മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ മെത്രാപ്പോലിത്തമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ദൗത്യം ഒരു ഔപചാരിക നടപടിക്രമം മാത്രമല്ല, മറിച്ച് പരിശുദ്ധ സഭയുടെ ആത്മീയ വിശുദ്ധിയും ശുശ്രൂഷ പാരമ്പര്യവും സംരക്ഷിക്കുന്ന അത്യന്തം ഉത്തരവാദിത്തമുള്ള ഒരു ശുശ്രൂഷയാണ്. സഭയുടെ മഹാപുരോഹിത പദവിയിലേക്ക് ഒരാളെ ഉയർത്തുമ്പോൾ അത് ഒരാളെ ഒരു സ്ഥാനത്ത് ഇരുത്തുന്നത് മാത്രമല്ല, ഒരു ഭദ്രാസനത്തിന്റെ ആത്മീയ ഭാവിയും ആയിരക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസ ജീവിതവും അദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം, ശുശ്രൂഷ പാരമ്പര്യം, സ്വഭാവശുദ്ധി, വിശ്വാസനിഷ്ഠ, ഭരണപരമായ ഉത്തരവാദിത്തം, സാമ്പത്തിക ഇടപാടുകൾ, പൊതുസമൂഹത്തിലെ സാക്ഷ്യം, പുരോഹിത ബന്ധങ്ങൾ, സഭാപരമായ അനുസരണം തുടങ്ങിയവയെല്ലാം അതീവ ഗൗരവത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പരിശോധിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ ഈ വർഷം വരുന്ന പുതിയ പരാതികൾ മാത്രം പരിശോധിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ അത് അത്യന്തം അപകടകരമായ സമീപനമാണ്. ഇപ്പോൾ ഉയരുന്ന പ്രധാന ആശങ്കയും ഇതാണ്. പത്രിക സമർപ്പിച്ച വ്യക്തികൾക്കെതിരെ ഈ വർഷം പുതിയതായി വരുന്ന പരാതികൾ മാത്രം പരിഗണിക്കണമെന്നും മുൻ വർഷങ്ങളിലെ പരാതികൾ പരിശോധിക്കേണ്ടതില്ലെന്നുമാണ് ചിലരുടെ നിലപാട്. അങ്ങനെയെങ്കിൽ മുൻ വർഷങ്ങളിൽ പരാതികൾ പരിശോധിച്ച് ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ച സ്ക്രീനിംഗ് കമ്മിറ്റികളെയും അതിൽ പ്രധാന ചുമതല വഹിച്ചു പ്രവർത്തിച്ച പിതാക്കന്മാരെയും അപമാനിക്കുന്ന സാഹചര്യമല്ലേ ഇതുണ്ടാക്കുന്നത്? മുൻപ് ഗൗരവമായി പരിഗണിക്കപ്പെട്ട പരാതികൾ ഇന്ന് സൗകര്യപ്രദമായി മറയ്ക്കപ്പെടുന്നുവെങ്കിൽ അത് സഭയുടെ നീതിബോധത്തെയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്നതായി മാറും. ഭയം സൃഷ്ടിച്ച് മൗനം വാങ്ങുന്നത് സഭാവിരുദ്ധമാണ്. കഴിഞ്ഞ സ്ക്രീനിംഗ് നടപടികളിൽ പരാതി നൽകിയ പലരെയും പിന്നീട് നേരിൽ കണ്ടു. ഇനി പ്രശ്നമുണ്ടാക്കരുത്, ഈ പ്രാവശ്യം മൗനം പാലിക്കണം, ധാരണയിലെത്താമെന്ന രീതിയിൽ പരാതിക്കാരെ സമ്മർദ്ദപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് അതീവ വേദനാജനകമാണ്. സഭയുടെ ഭാവിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ സത്യം മൂടിവെക്കപ്പെടുകയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി ഗുരുതരമായ ആരോപണങ്ങൾ നിശബ്ദമാക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ തിക്തഫലം മുഴുവൻ വിശ്വാസികളും അനുഭവിക്കേണ്ടി വരും. സഭയ്ക്ക് ഇന്ന് ആവശ്യമുള്ളത് ആരെയാണെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. സ്വഭാവ ദൂഷ്യവും സാമ്പത്തിക ക്രമക്കേടുകളും അധികാര ദുരുപയോഗവും രാഷ്ട്രീയ സ്വാധീനങ്ങളും ആത്മീയ ഉത്തരവാദിത്തമില്ലായ്മയും സംബന്ധിച്ച് ഗൗരവമായ പരാതികൾ ഉയരുന്നവരെ വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി സ്ക്രീനിങ്ങിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് സഭയുടെ ആത്മീയ അടിത്തറയെ തന്നെ തകർക്കുന്ന പ്രവൃത്തിയായിരിക്കും. സഭയ്ക്ക് ഇന്ന് ആവശ്യമുള്ളത് PR പ്രവർത്തകരെയല്ല, ആരാധക കൂട്ടങ്ങളെയല്ല, സോഷ്യൽ മീഡിയ താരങ്ങളെയല്ല, രാഷ്ട്രീയ ലോബികളെയല്ല, വ്യാവസായികളുടെ പിൻബലത്തിൽ നിലകൊള്ളുന്നവരെയുമല്ല, മറിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ, വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന ഇടയന്മാർ, മുറിവേറ്റവരെ ആശ്വസിപ്പിക്കുന്ന ആത്മീയ പിതാക്കന്മാർ, അധികാരമല്ല കുരിശു വഹിക്കാൻ തയ്യാറായ ശുശ്രൂഷകർ, വിനയമുള്ള ആത്മീയ നേതാക്കൾ, വിശുദ്ധ സ്ലീബയുടെ മഹത്വം കാത്തുസൂക്ഷിക്കുന്ന ശുശ്രൂഷകർ എന്നിവരാണ് സഭയ്ക്ക് ആവശ്യം.